20 വർഷമായി താമസിക്കുന്ന പുരയിടത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ വഴിയില്ലാതെ വയോധികയും രോഗികളായ 2 മക്കളും. കുമരംപുത്തൂർ വെള്ളപ്പാടം തരിശിലെ വാക്യത്തൊടി ഫാത്തിമക്കുട്ടിയും മക്കളായ മുസ്തഫയും റസീനയുമാണ് വഴിയില്ലാതെ ദുരിതത്തിലായത്. റസീനയും മുസ്തഫയും ആൽഹബിനിസം എന്ന രോഗികളുമാണ്. ഞങ്ങൾക്ക് ഇത് രണ്ടും വയ്യാത്ത കുട്ടികളാണ്. അവർക്ക് എനിക്കും കഥപ്പും ശ്വാസം മുട്ടും ഒക്കെ ആയിട്ട് എനിക്ക് വാപ്പ മരിച്ചെന്ന് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. വാപ്പ മരിച്ചിട്ട് 2 കൊല്ലമായി. അവിടെ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ഈ വിഷമം വന്നത്. നിങ്ങൾക്ക് വേറെ ആരും ഇല്ലേ? അപ്പൊ ഈ 2 അവരൊക്കെ വേറെ പോയിക്കാണ്. 20 വർഷം മുമ്പ് ഫാത്തിമക്കുട്ടിയുടെ ഭർത്താവ് മുഹമ്മദ് വാങ്ങിയതാണ് സ്ഥലം. ഇവരുടെ ആധാരത്തിൽ കിഴക്ക് വഴിയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ ഭാഗത്ത് വഴി തെളിയിച്ചിരുന്നില്ല. സമീപത്തെ പറമ്പിലൂടെയാണ് ഇവർ വീട്ടിലേക്ക് പോയിരുന്നത്. എന്നാൽ 2 വർഷം മുമ്പ് പിതാവ് മുഹമ്മദ് മരിച്ചു. ഇതിനുശേഷമാണ് വഴി പ്രശ്നം തുടങ്ങിയത്. ഫാത്തിമക്കുട്ടിയുടെ സ്ഥലത്തേക്ക് വഴിയില്ലെന്നാണ് ഈ സ്ഥലം നേരത്തെ വിറ്റവർ പറയുന്നത്. ഫാത്തിമക്കുട്ടിയുടെ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന വഴി ചൂണ്ടിക്കാണിച്ച ഭാഗത്ത് കവുങ്ങും തെങ്ങുമെല്ലാം ഉടമകൾ നടുകയും ചെയ്തു. അയൽക്കാരോട് വഴക്ക് വേണ്ടെന്ന് കരുതി ഇവർ പ്രതികരിച്ചിരുന്നില്ല. അത് കാരണം ഇങ്ങനെ വന്നത്. ഞങ്ങളിപ്പോ ചോദിച്ചപ്പോ പറയും നിങ്ങൾ ഒന്നിനും പോണ്ട അതെന്തേലും ഭൂമി കൂർത്തിട്ടല്ലോ പരന്നിട്ടല്ലേ എന്ന് പറയും. ഞങ്ങൾ 2 മാസമായി ഈ വേദന സഹിച്ച് നടക്കണം. ഇവർ നടക്കാൻ ഉപയോഗിച്ചിരുന്ന പറമ്പിൽ വാഴകൃഷി തുടങ്ങുകയും കമ്പിവേലി കെട്ടുമെന്ന് അറിയിക്കുകയും ചെയ്തതോടെ ഫാത്തിമക്കുട്ടിയും മക്കളും അങ്കലാപ്പിലായി. വെളുപ്പ് രോഗം കൂടാതെ മകൻ മുസ്തഫ അപസ്മാര രോഗിയാണ്. മകൾ റസീനയ്ക്ക് കാഴ്ച പരിമിതിയുണ്ട്. ഇവരെ പരിചരിക്കുന്നത് ഫാത്തിമക്കുട്ടിയാണ്. അവർക്കും ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള രോഗങ്ങളുണ്ട്. ഉമ്മയ്ക്ക് ജോലിക്ക് പോകാൻ കഴിയാത്തതിനാൽ കാഴ്ച പരിമിതിയുള്ള റസീന തൊഴിലുറപ്പിന് പോയാണ് ജീവിക്കുന്നത്. രോഗികളായ 2 മക്കളെയും വെച്ച് വഴക്ക് വേണ്ടെന്ന് കരുതി പ്രതികരിക്കാതിരുന്നതാണ് ഇപ്പോഴത്തെ ദുരിതത്തിന് കാരണം. ഭർത്താവ് മുഹമ്മദും ആരോടും തർക്കത്തിന് പോയിരുന്നില്ല. ഇപ്പോഴും ഞങ്ങൾ ഇതിൽ കൂടെ ഇപ്പം നടക്കണം, ഈ വാഴൻ്റെ ഇടയിൽ കൂടെ. ഇവരായിട്ട് പോകാനും വരാനും. ഇവർക്ക് ഈ ടൈറോയിഡിൻ്റെ രോഗമുണ്ട്, കണ്ണിന് അടുത്ത കാഴ്ചയാണ്. അവൾക്ക് ഒരു നെഞ്ഞിനൊരു കുഴപ്പമാണ്, വാൾവിന് കുഴപ്പമാണ്. അപ്പോൾ അങ്ങനെ ഓള് രോഗിയാണ്. ഇവന് അസ്മാരത്തിൻ്റെ സൂക്കേടുകാരനാണ്. 19 കൊല്ലമായി ഇവനക്ക് ആ സൂക്കേട് തുടങ്ങി. ഒരു പെൻഷനോ കാര്യം ഒന്നും ഞങ്ങൾക്കില്ല സാറേ. ഞാൻ ഈ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പണിക്ക് പോയില്ല. ഇപ്പോൾ അയൽക്കൂട്ട പണിക്ക് ചേർത്തിയപ്പോൾ അത് പോയിട്ട് ഇവനെ നോക്കാൻ ഞാൻ വീട്ടിലിരിക്കും. ഇവൾ അയൽക്കൂട്ട പണിക്ക് പോയിട്ട് ചിലവ് ചെയ്യും. ഇപ്പം ഇങ്ങനെയും കൂടി അയക്കുമ്പോൾ ഭയങ്കര വിഷമം. ഇറ്റങ്ങളായിട്ട് എന്താ കാട്ടുകയെന്ന് അറിയണില്ല. നമുക്കൊന്നും വേണ്ട, ഒരു വഴി മതി, വേറൊന്നും വേണമെന്നില്ല. ഉള്ള വഴി കിട്ടിയാലും നടക്കും. അടുത്ത പറമ്പിലൂടെ വീട്ടിലേക്ക് വരാൻ കഴിയുന്നതിനാൽ വഴി പ്രശ്നമാക്കിയിരുന്നില്ല. തങ്ങളുടെ ആധാരത്തിൽ പറയുന്ന വഴി അനുവദിച്ചു തരണമെന്നാണ് ഉമ്മയുടെയും മക്കളുടെയും ആവശ്യം. ഞങ്ങൾ 2007 സ്ഥലം വാങ്ങിയതാണ്. വാപ്പുള്ള സമയത്ത് വഴി ഉണ്ട് എന്ന് അവർ പറഞ്ഞു. ഇപ്പോൾ വഴി ഇല്ല എന്നാണ് അവർ പറയുന്നത്. ആധാരത്തിൽ ഞങ്ങൾക്ക് വഴിയുണ്ട്. പിന്നെ വഴി കാണിച്ചു തരും ചെയ്തതാണ്. ഇത് ഭാഗത്തു കൂടെയാണ്, കിഴക്ക് ഭാഗത്തു കൂടെയാണ് വഴിയെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നതാണ്. ഇപ്പോൾ അവരിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.